എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ സ്റ്റേഡിയത്തിൽ തളം കെട്ടി നിന്നത് കേവലം ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ ആവേശമായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷകളുടെ ഭാരമായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് വിപരീതമായി സംഭവിച്ച കാര്യങ്ങളുടെ ചുരുളഴിയുന്നതിന് മുൻപ് ഈ നാണം കെട്ട തോൽവിക്ക് കാരണക്കാർ ആരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് കമന്റ് ചെയ്യാനും ഒപ്പം ഈ വീഡിയോ അവസാനം വരെ കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 4ാം T20 മത്സരം ബ്രിസ്റ്റോളിൽ അരങ്ങേറിയപ്പോൾ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ ശ്രേയസ് അയ്യർ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച നിമിഷം മുതൽ തുടങ്ങുന്നു ഈ നാടകീയ സംഭവവികാസങ്ങൾ. ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തിയത് 15കാരനായ യുവതാരം വൈഭവ് സൂര്യവംശിയും വെടിക്കെട്ടുവീരൻ അഭിഷേക് ശർമ്മയുമായിരുന്നു. തുടക്കം മുതൽ തന്നെ കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ ഇംഗ്ലണ്ട് പേസർമാർ കടുത്ത സമ്മർദ്ദമാണ് സൃഷ്ടിച്ചതെങ്കിലും പതറാതെ ചില മികച്ച ഷോട്ടുകൾ കളിച്ച് അവർ ഇന്ത്യയ്ക്ക് വേഗത്തിലുള്ള തുടക്കം നൽകി. ഒരു ഫോറും ഒരു പടുകൂറ്റൻ സിക്സറും പറത്തി 15 റൺസ് നേടി നിൽക്കവേ ജോഫ്ര ആർച്ചറുടെ തീപ്പൊരി പന്തിൽ ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ച വൈഭവ് സാം കരന്റെ കൈകളിൽ ഒതുങ്ങുകയായിരുന്നു. തുടർന്നെത്തിയ ഇഷാൻ കിഷനും ക്രീസിൽ പിടിച്ചു നിൽക്കാനായില്ല. വെറും 4 റൺസെടുത്ത് അവനും മടങ്ങി. അധികം വൈകാതെ 16 റൺസുമായി അഭിഷേക് ശർമ്മയും പവലീനിലേക്ക് തിരികെ നടന്നതോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് 48 റൺസിന് 3 വിക്കറ്റ് എന്ന പരിതാപകരമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് നായകൻ ശ്രേയസ് അയ്യർ ടീമിന്റെ രക്ഷകനായി അവതരിക്കുന്നത്. തുടക്കത്തിൽ അധിക സംയമനം പാലിച്ച അദ്ദേഹം പിന്നീട് അവസരം കിട്ടിയപ്പോഴെല്ലാം ബൗണ്ടറികളുടെ പെരുമഴ തന്നെ തീർത്തു. ആദിൽ റഷീദ്, ജോഷ് ടങ്, വിൽ ജാക്സ് എന്നിവരുടെ പന്തുകളിൽ മനോഹരമായ കവർ ഡ്രൈവുകളും പുൾ ഷോട്ടുകളും ലോങ് ഓഫിന് മുകളിലുള്ള കൂറ്റൻ സിക്സറുകളും പറത്തി അദ്ദേഹം തന്റെ ക്ലാസ് തെളിയിച്ചപ്പോൾ മറുവശത്ത് വിലപ്പെട്ട 22 റൺസ് നേടി ശിവം ദുബെ നായകന് മികച്ച പിന്തുണ നൽകി. ഇരുവരും ചേർന്ന് കെട്ടിപ്പടുത്ത നിർണായക കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിംഗ്സിനെ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത്. ദുബെ പുറത്തായതിനുശേഷം തിലക് വർമ്മ 11 റൺസും വാഷിംഗ്ടൺ സുന്ദർ 5 റൺസും നേടിയപ്പോൾ അവസാന ഓവറുകളിൽ അക്ഷർ പട്ടേൽ ചില നിർണായക റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഒരറ്റത്ത് പാറ പോലെ ഉറച്ചുനിന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ വെറും 49 പന്തുകളിൽ നിന്ന് 4 ഫോറുകളും 5 കൂറ്റൻ സിക്സറുകളുമടക്കം പുറത്താകാതെ 80 റൺസ് അടിച്ചുകൂട്ടി. തുടർച്ചയായി വിക്കറ്റുകൾ വീണിട്ടും നായകന്റെ ഉത്തരവാദിത്തം നിറഞ്ഞ ആ വെടിക്കെട്ട് ഇന്നിംഗ്സാണ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിച്ചത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ടിന്റെ തുടക്കം തന്നെ അതീവ ആക്രമണോത്സുകമായിരുന്നു. ഫിൽ സോൾട്ട്, ജോസ് ബട്ട്ലറും ഇംഗ്ലണ്ടിനായി ഓപ്പണിംഗിനിറങ്ങിയപ്പോൾ പുതിയ പന്തുമായി അർഷ്ദീപ് സിംഗാണ് ഇന്ത്യയ്ക്കായി ആക്രമണം തുടങ്ങിയത്. തുടക്കം മുതൽ തന്നെ ഇംഗ്ലീഷ് ഓപ്പണർമാർ ഇന്ത്യൻ ബൌളർമാരെ കടന്നാക്രമിച്ചു. ഫിൽ സോൾട്ട് അതിവേഗം ബൗണ്ടറികളും സിക്സറുകളും പെയ്തിറക്കിയപ്പോൾ ജോസ് ബട്ട്ലറും മികച്ച പിന്തുണ നൽകി. എന്നാൽ 3ാം ഓവറിൽ ബട്ട്ലറെ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷന്റെ കൈകളിൽ സുരക്ഷിതമായി എത്തിച്ച അർഷ്ദീപ് സിംഗ് ഇന്ത്യയ്ക്ക് ആദ്യത്തെയും അവസാനത്തെയും ബ്രേക്ക് ത്രൂ നൽകി. എന്നാൽ തുടർന്നെത്തിയ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ക്രീസിലെക്കിയ പാടെ കടന്നാക്രമണം അഴിച്ചുവിട്ടു. പ്രസിദ്ധ് കൃഷ്ണ, പ്രിൻസ് യാദവ്, അക്ഷർ പട്ടേൽ എന്നിവരെ തുടർച്ചയായി ബൗണ്ടറി കടത്തി അദ്ദേഹം മത്സരത്തിന്റെ ഗതി പൂർണ്ണമായും ഇംഗ്ലണ്ടിന്റെ വരുതിയിലാക്കി. മറുവശത്ത് ഫിൽ സോൾട്ട് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ഇരുവരും ചേർന്ന് 2ാം വിക്കറ്റിൽ പടുത്തുയർത്തിയ അപരാജിതമായ സെഞ്ചുറി കൂട്ടുകെട്ട് ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളെയും തള്ളിക്കെടുത്തി. ഒടുവിൽ വെറും 13 ഓവറിലും 5 പന്തിലും 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 169 റൺസെടുത്ത് ഇംഗ്ലണ്ട് ആധികാരിക വിജയം സ്വന്തമാക്കി. 59 റൺസുമായി ഫിൽ സോൾട്ടും 79 റൺസുമായി നായകൻ ഹാരി ബ്രൂക്കും പുറത്താകാതെ നിന്നപ്പോൾ ഇംഗ്ലണ്ട് 9 വിക്കറ്റിന്റെ ഗംഭീര വിജയത്തോടെ 5 മത്സരങ്ങളുടെ T20 പരമ്പരയും സ്വന്തമാക്കി. എന്നാൽ ഇപ്പോൾ ക്രിക്കറ്റ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ ഈ നാണം കെട്ട തോൽവിയെക്കുറിച്ചല്ല, മറിച്ച് മത്സരം അവസാനിച്ചതിന് തൊട്ടുപിന്നാലെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ അരങ്ങേറിയ നാടകീയവും സ്ഫോടനാത്മകവുമായ രംഗങ്ങളെക്കുറിച്ചാണ്. ഈ നാണം കെട്ട തോൽവിക്ക് ശേഷം ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ യുവ ഓപ്പണർ വൈഭവ് സൂര്യവംശിക്കും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും നേരെ രോഷാകുലനായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അയ്യറിന്റെ ദിശാബോധമില്ലാത്ത ക്യാപ്റ്റൻസിയിലും വൈഭവിന്റെ മോശം ഷോട്ട് സെലക്ഷനിലും കടുത്ത അമർഷം പൂണ്ട ഗൗതം ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ തന്റെ മുഴുവൻ രോഷവും അഴിച്ചുവിട്ടു. ഡ്രസ്സിംഗ് റൂമിന്റെ ചില്ല് ജാലകങ്ങൾക്കൊപ്പം ഈ ദൃശ്യങ്ങൾ ക്യാമറകളിൽ പതിഞ്ഞപ്പോൾ മൈതാനത്തെ ബ്രോഡ്കാസ്റ്റർമാർ മുതൽ കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് ആരാധകർ വരെ ആ അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു. ഈ വലിയ കോലാഹലങ്ങൾക്കും നാടകീയതകൾക്കും ശേഷം കടുത്ത നിരാശയും സങ്കടവും തളം കെട്ടിയ മുഖമുമായി 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ബ്രോഡ്കാസ്റ്റർമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും വലിയൊരു നിര അവനെ വളഞ്ഞു.
കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലും ധൈര്യം സംഭരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ വൈഭവ്, കോച്ച് ഗൗതമും ശ്രേയസ് അയ്യരും താനും തമ്മിൽ അവിടെ നടന്ന ഓരോ കാര്യങ്ങളും, എന്തിനാണ് കോച്ച് അത്രമാത്രം പ്രകോപിതനായതെന്നതിനെക്കുറിച്ചും തുറന്നു പറഞ്ഞു. അടുത്ത മത്സരത്തിനായുള്ള കോച്ചിന്റെ കർശന നിർദ്ദേശങ്ങളും പ്ലാനുകളും എന്താണെന്നും അവൻ വ്യക്തമാക്കി. ബ്രോഡ്കാസ്റ്റർ മൈക്ക് നീട്ടിയപ്പോൾ ആ 15 വയസ്സുകാരന്റെ മുഖത്തെ ഭയവും സങ്കടവും വളരെ വ്യക്തമായിരുന്നു. ഒരു ദീർഘനിശ്വാസമെടുത്ത് കണ്ണിലെ നനവ് മറയ്ക്കാൻ ശ്രമിച്ച് വളരെ ഗൗരവത്തോടെ അവൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഈ നിമിഷം രാജ്യത്തെ മുഴുവൻ ആരാധകരും ഞങ്ങളോട് അറ്റയറ്റം ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം. അവരുടെ ആ ദേഷ്യം 100% ന്യായവുമാണ്. ബ്രിസ്റ്റോളിലെ ഈ നാണം കെട്ട തോൽവി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നം പോലെയാണ്. ഈ തോൽവിയോടെ പരമ്പര നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ഡ്രസ്സിംഗ് റൂമിന്റെ സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും മറച്ചുവെക്കുന്നില്ല. മത്സരം തോറ്റ് ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം വളരെ ചൂടുപിടിച്ചതും സംഘർഷഭരിതവുമായിരുന്നു. ഗൗതം ഗംഭീർ സാറിന്റെ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് നേരെ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. നിങ്ങൾ ക്യാമറയിൽ കണ്ടതെല്ലാം സത്യമായിരുന്നു. സാറിന്റെ ആ ഭാവം കണ്ട് എന്റെ ഉള്ളൊന്ന് കാളി. അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്കു മുന്നിൽ എനിക്ക് യാതൊരു ഉത്തരവുമില്ലായിരുന്നു. പത്രക്കാർക്കും ബ്രോഡ്കാസ്റ്റർമാർക്കും മുന്നിൽ വെച്ച് ഗൗതമിന്റെ ആ ശാസനയെക്കുറിച്ച് വൈഭവ് കൂടുതൽ വെളിപ്പെടുത്തി. എന്റെ ബാറ്റിംഗിനെയും തികച്ചും നിരുത്തരവാദിത്വപരമായ സമീപനത്തെയുമാണ് ഗംഭീർ സാർ ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി അദ്ദേഹം വളരെ രൂക്ഷമായി പറഞ്ഞു, വൈഭവ്, ഇതൊരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരമാണ്. അല്ലാതെ നിനക്ക് തോന്നുമ്പോൾ വിക്കറ്റ് വലിച്ചെറിഞ്ഞു വരാൻ പറ്റുന്ന ഏതെങ്കിലും ഗല്ലി ക്രിക്കറ്റോ ലോക്കൽ ക്ലബ് മത്സരമോ അല്ല. തുടർച്ചയായി 3ാമത്തെ തവണയും ഞാൻ ഒരേപോലെയുള്ള ബാലിശമായ തെറ്റുവരുത്തി പുറത്തായതിലായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ദേഷ്യം. സ്കോർ ബോർഡിൽ 158 റൺസ് എന്ന ചെറിയ സ്കോർ പ്രതിരോധിക്കാനുണ്ടായിരുന്നപ്പോഴും പവർ പ്ലേയ്ക്കുള്ളിൽ ഒരു മികച്ച അടിത്തറ പാകാൻ ഒരറ്റത്ത് അഭിഷേക് ശർമ്മ ശ്രദ്ധിച്ചു കളിക്കുമ്പോൾ ജോഫ്ര ആർച്ചറുടെ ആ ഷോർട്ട് ബോളിൽ ക്രീസിൽ നിന്ന് പുറത്തിറങ്ങി അത്രയും വലിയവും ആത്മഹത്യാപരവുമായ ഒരു റിസ്ക് എടുക്കേണ്ട എന്താവശ്യമാണ് എനിക്കുണ്ടായിരുന്നതെന്ന് സാർ ചോദിച്ചു. ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്ന അദ്ദേഹം എന്നോട് വ്യക്തമായി പറഞ്ഞു, CSK താരവും ലോക ചാമ്പ്യനുമായ സഞ്ജു സാംസൺ എന്ന സീനിയർ കളിക്കാരന്റെ സ്ഥാനത്താണ് നിനക്ക് പ്ലേയിംഗ് 11-ൽ അവസരം നൽകിയിരിക്കുന്നത്. ഈ ജേഴ്സിയുടെ മഹത്വവും നിന്റെ വിക്കറ്റിന്റെ വിലയും നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി ഈ ടീമിൽ നിനക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര തലത്തിൽ എതിർ ടീമുകൾ നിന്റെ ഈ തിടുത്തത്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നും ഒരു മോശം ഷോട്ട് കളിച്ച് നീ ആ മത്സരത്തിന്റെ മുഴുവൻ ആധിപത്യവും ഇംഗ്ലണ്ടിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തുവെന്നും സാർ എന്നോട് ആക്രോശിക്കുകയായിരുന്നു. സാറിനു മുന്നിൽ തലകുനിച്ചു നിന്ന എനിക്ക് എന്റെ തെറ്റിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. എനിക്കെന്റെ കണ്ണീർ അടക്കി നിർത്താൻ കഴിയുന്നില്ലായിരുന്നു. ഗംഭീർ സാർ തന്നോട് മാത്രമല്ല ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും നേരെ രൂക്ഷമായി പ്രതികരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി തന്ത്രങ്ങളെ ചോദ്യം ചെയ്തുവെന്നും വൈഭവ് വെളിപ്പെടുത്തി. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഓൺ ഫീൽഡ് തന്ത്രങ്ങളിലും തീരുമാനങ്ങളിലും സാർ ഒട്ടും തൃപ്തനായിരുന്നില്ല. മൈതാനത്തൊരു നായകനെന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണ പരാജയവും നിസ്സഹായനുമായിരുന്നുവെന്ന് സാർ വളരെ വ്യക്തമായ വാക്കുകളിൽ ശ്രേയസ് ഭായിയോട് പറഞ്ഞു. ഇംഗ്ലീഷ് ഓപ്പണർമാരായ ഫിൽ സോൾട്ടും ജോസ് ബട്ട്ലറും നമ്മുടെ ബൌളർമാരെ പ്രത്യാക്രമിച്ചപ്പോൾ ക്യാപ്റ്റന്റെ കൈവശം എന്തുകൊണ്ടൊരു ബാക്കപ്പ് പ്ലാനോ ആക്രമണാത്മകമായ ഫീൽഡ് സെറ്റപ്പോ ഉണ്ടായിരുന്നില്ല എന്ന് സാർ ചോദിച്ചു. അയ്യർ ഭായിയുടെ ബൌളിംഗ് മാറ്റങ്ങളിലായിരുന്നു സാറിന് ഏറ്റവുമധികം അതൃപ്തി. മധ്യ ഓവറുകളിൽ മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ വിക്കറ്റുകൾ അത്യാവശ്യമായിരുന്ന സമയത്ത് വരുത്തിയ ബൌളിംഗ് മാറ്റങ്ങൾ പൂർണ്ണമായും ദിശാബോധമില്ലാത്തതും മനസ്സിലാക്കാൻ കഴിയാത്തതുമായിരുന്നു. ഇത് ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് വളരെ എളുപ്പത്തിൽ കൂട്ടുകെട്ട് പടുത്തുയർത്താൻ അവസരമൊരുക്കി. ബാറ്റിംഗിൽ നീ പുറത്താകാതെ 80 റൺസ് നേടിയിട്ടുണ്ടാകാം. എന്നാൽ ഒരു ലീഡർ എന്ന നിലയിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ടീമിന് ശരിയായ ദിശാബോധം നൽകാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ റൺസിനൊന്നും വിലയില്ലെന്ന് സാർ ശ്രേയസ് ഭായിയോട് അസന്ദിഗ്ധമായി പറഞ്ഞു. ഗംഭീർ സാറും ശ്രേയസ് ഭായിയും തമ്മിലുള്ള ഈ വാക്കുതർക്കം ഏറെ നേരം നീണ്ടുനിന്നു. ഡ്രസ്സിംഗ് റൂമിന്റെ അന്തരീക്ഷം അത്രത്തോളം വഷളായതിനാൽ ഓരോ കളിക്കാരനും ഭയന്നു വിറച്ചാണിരുന്നത്. സാറിന്റെ ദേഷ്യം ഒട്ടും ശമിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ചില സീനിയർ താരങ്ങൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഈ ചൂടേറിയ സംഭവങ്ങൾക്ക് ശേഷം അടുത്ത മത്സരത്തിലേക്ക് കോച്ച് ഗംഭീർ നൽകിയ ഉപദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ വൈഭവ് ടീമിന്റെ പുതിയ തന്ത്രങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്നു. ഡ്രസ്സിംഗ് റൂമിലെ ദേഷ്യമൊക്കെ അടങ്ങിയ ശേഷം സാർ എന്റെ അടുത്തേക്ക് വരികയും വളരെ കർശനവും വിലപ്പെട്ടതുമായ ഒരു ഉപദേശം നൽകുകയും ചെയ്തു. വൈഭവ്, കഴിവുണ്ടാകുന്നതും ആക്രമണാത്മകമായി കളിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ നിന്റെ കളിയിൽ നീ അച്ചടക്കവും പക്വതയും കൊണ്ടുവരേണ്ടതുണ്ടെന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. അടുത്ത മത്സരത്തിനായി സാർ വളരെ കർശനവും വ്യക്തവുമായ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. വരാനിരിക്കുന്ന T20 മത്സരത്തിൽ പ്ലേയിംഗ് 11 തീരുമാനിക്കുന്നത് ഏതെങ്കിലും കളിക്കാരന്റെ പേരോ അവന്റെ പഴയ പ്രതാപമോ നോക്കിയായിരിക്കില്ലെന്ന് അദ്ദേഹം ടീമിന് വളരെ ശക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. സാറിന്റെ പ്ലാൻ വളരെ വ്യക്തമാണ്. മൈതാനത്ത് നമ്മൾ പഴയ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. ബാറ്റർമാർ കൂടുതൽ സമയം ക്രീസിൽ ചെലവഴിക്കേണ്ടതുണ്ട്. ഡോട്ട് ബോളുകളുടെ സമ്മർദ്ദത്തിൽപ്പെടാതെ സാഹചര്യത്തിനനുസരിച്ച് സിംഗിളുകളും ഡബിളുകളും എടുത്ത് കളിയെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ പഠിക്കണം. അതുപോലെ ബൌളർമാർക്കും കർശന നിർദ്ദേശങ്ങളുണ്ട്.
അവർ തങ്ങളുടെ ലൈനിലും ലെങ്തിലും പൂർണ്ണ അച്ചടക്കം പാലിക്കണമെന്നും ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് കൈകൾ തുറക്കാൻ യാതൊരു അവസരവും നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത മത്സരത്തിൽ ഞാൻ കളിക്കുകയാണെങ്കിൽ ആദ്യ പന്ത് മുതൽ തന്നെ വായുവിൽ ഷോട്ടുകൾ കളിക്കുന്നതിന് പകരം മത്സരത്തിന്റെ സാഹചര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ഞാൻ കാണിക്കേണ്ടതുണ്ടെന്ന് സാർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ തികച്ചും പുതിയൊരു ചിന്താഗതിയോടെയും മാറിയ തന്ത്രങ്ങളോടെയും പൂർണ്ണ ആക്രമണോത്സുകതയോടെയുമാകും ടീം ഇന്ത്യ മൈതാനത്തിറങ്ങുക. പരമ്പര ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും അവസാന മത്സരത്തിൽ ഞങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ ഞങ്ങൾ സർവ്വശക്തിയും എടുത്തു പൊരുതുകയും ഇംഗ്ലണ്ടിന് ശക്തമായ മറുപടി നൽകുകയും ചെയ്യും. ഡ്രസ്സിംഗ് റൂമിലെ ഈ സ്ഫോടനാത്മകമായ നാടികീയതകളും വൈഭവ് സൂര്യവംശിയുടെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഇന്ത്യൻ ടീം മാനേജ്മെന്റിനുള്ളിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. കോച്ച് ഗൗതം ഗംഭീറിന്റെ ഈ കർശന നിലപാടും ശ്രേയസ് അയ്യരുടെ തന്ത്രങ്ങൾക്കുമേൽ ഉയർന്നുവന്ന ചോദ്യങ്ങൾക്കും ശേഷം അവസാന മത്സരത്തിൽ എങ്ങനെയെങ്കിലും തങ്ങളുടെ മുഖം രക്ഷിക്കാനുള്ള കടുത്ത സമ്മർദ്ദത്തിലാണിപ്പോൾ ടീം ഇന്ത്യ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ ഈ നാണം കെട്ട തോൽവിക്ക് പിന്നിലെ ഏറ്റവും വലിയ കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? വൈഭവിനോടും ശ്രേയസ് അയ്യരോടും ഗൗതം ഗംഭീർ ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത് ശരിയാണോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഇതുപോലുള്ള തീപ്പൊരി ക്രിക്കറ്റ് വാർത്തകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.